കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഇ.പി. ജയരാജൻ വധശ്രമ കേസിൽ കെ സുധാകരനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. കേസിലെ കുറ്റപത്രത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന സുധാകരന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. 1995 ഏപ്രിൽ 12 വിജയവാഡയിൽ വെച്ച് നടന്ന പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞുവരുന്ന വഴിയാണ് ട്രെയിനിൽ വെച്ച് ഇ.പി. ജയരാജന് വെടിയേൽക്കുന്നത്. ഒന്നും രണ്ടും പ്രതികളായ പേട്ട ദിനേശൻ, വിക്രം ചാലിൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തരാക്കി. കണ്ണൂരിൽ അക്കാലത്ത് നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും പോർവിളികളുടെയും തുടർച്ചയാണ് ഇ.പിക്ക് നേരെ നടന്ന വധശ്രമം എന്നായിരുന്നു കേരള പോലീസിന്റെ ഭാഷ്യം. ഇ.പിയെ വധിക്കാൻ കെ സുധാകരൻ കേസിലെ ഒന്നും രണ്ടും പ്രതികളായ പേട്ട ദിനേശൻ, വിക്രം ചാലിൽ ശശി എന്നിവരുമായി തിരുവനന്തപുരത്ത് വെച്ച് ഗൂഢാലോചന നടത്തിയെന്നാണ് കുറ്റപത്രം. പ്രതികളുടെ മൊഴിയാണ് ഇതിനാധാരമായി കുറ്റപത്രത്തിൽ ചേർത്തത്. ഇ.പിയെ വധിക്കാൻ സുധാകരൻ ഗൂഢാലോചന നടത്തിയെന്ന് സുധാകരന്റെ മുൻ ഡ്രൈവറായ പ്രശാന്ത് ബാബുവും വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ തന്നെ കേസിൽ പ്രതി ചേർത്തത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണെന്നും കുറ്റവിമുക്തനാക്കണം എന്നും ആവശ്യപ്പെട്ടാണ് കെ സുധാകരൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. കേസിൽ തന്നെ പ്രതിയാക്കുന്നതിന് ഒരു തെളിവുമില്ല. കേട്ടറിവിന്റെ മാത്രം അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ നടപടി. നേരത്തെ ഒന്നും രണ്ടും പ്രതികളെ ആന്ധ്ര കോടതി വിട്ടയച്ചതും സുധാകരൻ കോടതിയിൽ വാദിച്ചു. എന്നാൽ സുധാകരന്റെ വാദങ്ങൾ വിചാരണ കോടതി തള്ളുകയാണുണ്ടായത്. ഇതിനെതിരെയാണ് 2016 കെ സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ചിൽ വിശദമായ വാദപ്രതിവാദം തന്നെ നടന്നു. തന്നെ രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ കേസിൽ ഉൾപ്പെടുത്തുകയായിരുന്നു എന്ന വാദം സുധാകരൻ ഹൈക്കോടതിയിലും ആവർത്തിച്ചു. തനിക്ക് സംഭവത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്നും സുധാകരൻ വാദിച്ചു. ഇക്കാര്യം അംഗീകരിച്ചാണ് കെ സുധാകരനെ ഇപ്പോൾ കേസിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം ഹൈക്കോടതി എടുത്തത്. മറ്റു പ്രതികളുടെ കാര്യത്തിൽ കൂടി എന്താണ് കോടതിയുടെ തീരുമാനം എന്ന് ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും KPCC അധ്യക്ഷൻ കെ സുധാകരനെ എക്കാലവും വേട്ടയാടിയിരുന്ന കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. സുധാകരനെ സംബന്ധിച്ച് വലിയ ആശ്വാസം.